പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്തോഷത്തെക്കുറിച്ച്, ആനന്ദത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നത്. പരിശുദ്ധാത്മാവിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഫലമാണ് സന്തോഷം അഥവാ ആനന്ദം. ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഈ ലോകത്ത് ജീവിച്ച മാനുഷികമായ രീതിയിൽ വളർന്ന വന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒത്തിരി ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു എന്നത് വലിയൊരു സത്യമാണ്. അതുകൊണ്ട് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് സമാധാനം നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സമാധാനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമാധാനം നൽകുന്നതോടൊപ്പം തന്നെ ആനന്ദം, സമാധാനം, സന്തോഷം, ആനന്ദവും നമുക്ക് നൽകും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഈ സന്തോഷം നൽകുന്ന യേശു തൻ്റെ ശിഷ്യന്മാരോട് വാഗ്ദാനമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കുമ്പോൾ ഈ സന്തോഷത്തെക്കുറിച്ച് പറയുന്നത് നമുക്കിവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 16:22, അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. യേശു പരിശുദ്ധാത്മാവിനെ നൽകുന്നതിന് മുൻപ് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ദുഃഖിതരായിരുന്നു. ഒരുപക്ഷെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും മക്കളെയും എല്ലാം വിട്ട് യേശുവിൻ്റെ പിന്നാലെ പോയ ശിഷ്യന്മാർ, ആ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൻ്റെലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ ദുഃഖം കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരസ്പരം പോരടിക്കുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പല വ്യക്തികൾ ചേർന്ന ഈ ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ, 12 പേര് ചേർന്ന കൂട്ടായ്മയിൽ പലരുടെ വാക്കുകളിൽ നിന്നും ഏൽക്കേണ്ടി വന്ന ചില മുറിവുകളൊക്കെ അവരുടെ കുടുംബത്തിൽ നിന്നും സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ നിന്നുമൊക്കെ ലഭിക്കാതെ പോയ അംഗീകാരത്തിൻ്റെയോ സ്നേഹക്കുറവിൻ്റെയോ ഒക്കെ മേഖലകളിൽ ഇവർക്ക് ദുഃഖമുണ്ടായിരുന്നു. അവർക്ക് മാത്രമല്ല, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും ദുഃഖങ്ങളുണ്ടാകാറുണ്ട്. എന്നാൽ അതോടൊപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ദുഃഖത്തിൻ്റെയൊക്കെ മീതെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും. ഞാൻ വീണ്ടും നിങ്ങളെ കാണുമെന്ന് ഈശോ ഇവിടെ പറഞ്ഞത് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ കൊടുക്കുന്ന കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഉദ്ധിതനായ ഈശോ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവർക്ക് സമാധാനം കൊടുക്കുന്നതായിട്ടാണ്. ഒരുമിച്ച് കൂടിയിരിക്കുന്ന ശിഷ്യന്മാരുടെ മധ്യേ ഈശോ വന്നിച്ച് പറയുന്നത് സമാധാനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 22-ാം തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, 20:22 ഇങ്ങനെ പറയുന്നു, ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ആ വചനം ഇതാണ്, അവരിൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖം സന്തോഷമാക്കി മാറ്റുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആനന്ദം, സന്തോഷം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം കൊടുക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് തൻ്റെ ആത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവിലൂടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സന്തോഷം ഒഴുകിയെത്തുന്നതെന്ന് ഇവിടെ വിശുദ്ധ ഗ്രന്ഥം വളരെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ സന്തോഷം
പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടതാണ്, ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ആനന്ദം പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടതാണ്, ആനന്ദം പിതാവുമായി ബന്ധപ്പെട്ടതാണ്, ആനന്ദം പുത്രനുമായി ബന്ധപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ഈ ആത്മാവിൻ്റെ കടന്നുവരവോടുകൂടിയാണ് തൻ്റെ ശിഷ്യന്മാർക്ക് ഭയവും ആകുലതയും ഉത്കണ്ഠയും എല്ലാം മാറി സന്തോഷം കൊണ്ട് അവർ നിറയാൻ സാധിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് തീത്തോസിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരമാണ് പരിശുദ്ധാത്മാവ് പുതുജീവനും നവീകരണവും നൽകുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പുതുജീവൻ, പുതിയ ജീവൻ, നവീകരണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നവീകരണം, ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുന്നു. ദുഃഖിച്ചു കഴിഞ്ഞ വ്യക്തികൾ ഈ ലോകത്തിൻ്റെ മേഖലയിൽ ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിൽ സന്തോഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ശിഷ്യന്മാരുടെ ചരിത്രം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. ഇതുതന്നെയാണ് തീത്തോസിൻ്റെ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹയിലൂടെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പുതുജീവനും നവീകരണവും. പുതുജീവനും നവീകരണവും ലഭിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. അപ്പോൾ നാം ഓരോരുത്തരും ഈ സന്തോഷം കൊണ്ട് നിറയുന്നവരായി മാറ്റപ്പെടണം. എനിക്ക് അനേകം വ്യക്തികളെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് വിശ്വാസത്തിൽ വന്ന് മാമോദിസായൊക്കെ സ്വീകരിച്ച് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിച്ചല്ലോ, ഇനി മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്നവരെ നേരിട്ട് കാണുവാനും അനുഭവിക്കുവാനും അവരുടെ സന്തോഷം മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് അവർക്കും നമുക്കും എല്ലാം സന്തോഷം നൽകുന്നത്. ഈ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അണഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, അങ്ങ് ഇവിടുത്തെ ഫലമാകുന്ന സന്തോഷം, ആനന്ദം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, തിരുവചനത്തിലൂടെ സംസാരിച്ച കർത്താവേ നന്ദി പറയുന്നു. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ഫലമാകുന്ന ആനന്ദം കൊണ്ട്, സന്തോഷം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ദുഃഖപൂരിതമായ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആനന്ദമായി അങ്ങ് കടന്നു വന്ന് ആ ആനന്ദം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഉപകരണമാക്കി മാറ്റണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.